ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന T20 മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നതിനിടെ പരിക്കേറ്റ മലയാളി താരം സഞ്ജു സാംസൺ 6 ആഴ്ച വിശ്രമിക്കേണ്ടി വരും. താരത്തിന്റെ കൈവിരലിൽ പൊട്ടലുണ്ടെന്ന് അറിയുന്നു. ഇതോടെ ഈ മാസം 8-ന് ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി സഞ്ജു സാംസന് കളിക്കാനാകില്ല. ഇന്നലെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 16 റൺസുമായി സഞ്ജു മടങ്ങിയിരുന്നു. പിന്നീട് വിക്കറ്റ് കീപ്പിങ്ങിലും അദ്ദേഹം എത്തിയിരുന്നില്ല. പകരം ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പറായി കളിച്ചു. മുംബൈയിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സറായി പറത്തിയാണ് സഞ്ജു തുടങ്ങിയത്. അതും പരമ്പരയിൽ 3 തവണയും തന്നെ പുറത്താക്കിയ ജോഫ്രെ ആർച്ചറിനെതിരെ സ്ക്വയർ ലെഗിലൂടെ പുൾ ഷോട്ട് കളിച്ചാണ് സഞ്ജു സിക്സർ നേടിയത്. ആ ഒരു ഷോട്ടിൽ മാത്രം ഒതുക്കിയില്ല സഞ്ജു. 5-ാം പന്തിൽ മറ്റൊരു സിക്സറും ഉണ്ടായിരുന്നു. ഇത്തവണയും ബൗണ്ടറിയുമായി സഞ്ജു എത്തിയപ്പോൾ സ്ക്വയർ ലെഗിലൂടെ സിക്സർ പായിച്ചു. അവസാന പന്തിൽ ബൗണ്ടറി നേടി. 16 റൺസാണ് ആദ്യ ഓവറിൽ തന്നെ ആർച്ചറിനെതിരെ സഞ്ജു അടിച്ചെടുത്തത്. ഇതിനിടെയാണ് സഞ്ജുവിന്റെ കൈവിരലുകൾക്ക് പരിക്കേറ്റത്. ആർച്ചറിന്റെ 3-ാം പന്ത് സഞ്ജുവിന്റെ ഗ്ലൗവിൽ തട്ടി. പിന്നീട് ഫിസിയോയുടെ സഹായം തേടിയ സഞ്ജു വിരലിൽ ബാൻഡേജ് ചുറ്റിയാണ് കളിച്ചത്. എന്നാൽ അടുത്ത ഓവറിൽ സഞ്ജു പുറത്താവുകയും ചെയ്തു. ദേഹത്തേക്ക് അതിവേഗത്തിൽ വരുന്ന ഷോട്ടുകൾ കളിക്കാൻ സഞ്ജു പ്രയാസപ്പെടുന്നുവെന്ന് വിമർശനമുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾ ശരിവെക്കുന്ന വിധത്തിലാണ് സഞ്ജു പുറത്തായത്. ഇത്തവണ മാർക്കൂഡിന്റെ പന്തിൽ സ്ക്വയർ ലെഗിൽ ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങുന്നത്. അതേസമയം ഗ്രൂപ്പ് എയിലെ 1-ാം സ്ഥാനക്കാരായ ജമ്മു കാശ്മീരാണ് കേരളത്തിന് എതിരാളി. പരിക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സഞ്ജു ഈ മത്സരം കളിക്കില്ല. ഗ്രൂപ്പ് സിയിൽ 2-ാം സ്ഥാനത്താണ് കേരളം. 7 മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരളത്തിന് 28 പോയിന്റാണ് ലഭിച്ചത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.